കോഫി സുജിയ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്ത് പറവൂരിൽ നിന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. ഓട്ടോക്കാരെല്ലാവരും അവരുടെ ടേൺ അനുസരിച്ചുള്ള ഓട്ടമാണ്. ഇവിടെ ഈ ടേൺ അനുസരിച്ചുള്ള ഓട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഒരു സംവിധാനം? ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് ചാൻസ് അങ്ങനെ പോണത്. ഈ മീറ്റർ അനുസരിച്ചാണോ വാങ്ങിക്കുന്നത്? ഓട്ടോക്കാരെ കുറിച്ച് എപ്പോഴുള്ള പരാതി മീറ്ററിലും ഇരട്ടി ചാർജ് വാങ്ങിക്കുന്നതാണല്ലോ. മേടിക്കാറില്ല. ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാത്തിനും ഉണ്ടാവില്ല. ഇപ്പൊ ചാനൽ ചേട്ടാ എങ്ങനെയാ ഇരട്ടി ചാർജ് വാങ്ങിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇല്ല. നമുക്ക് കൂടുതൽ പേരോട് ചോദിക്കാം. ഇരട്ടി ചാർജ് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അപ്പോൾ ഫസ്റ്റ് ടേൺ ചേട്ടന്റെ ആണല്ലോ. ഇരട്ടി ചാർജ് വാങ്ങിക്കാറുണ്ടോ പകൽ സമയത്ത്? അപ്പോൾ ഇരട്ടി ചാർജ് വാങ്ങിക്കുന്നു എന്നുള്ളത് പലപ്പോഴും യാത്രക്കാരിൽ നിന്ന് ഉയരാറുള്ള ഒരു പ്രതികരണമാണ്. ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണ്? ഇരട്ടി ചാർജ് വാങ്ങിക്കാറുണ്ടോ അതോ മീറ്റർ ചാർജ് ആണോ? മീറ്റർ ചാർജ് അല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ സി ക്ലാസ് മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഇടണമെങ്കിൽ സ്റ്റാൻഡിൽ തന്നെ വരണം. നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടം പോയി, ഒരു 5 കിലോമീറ്റർ ഓട്ടം പോയി. അപ്പോൾ റിട്ടേൺ ചാർജ് കൂടി ഉൾപ്പെടെയാണ് ഇവിടെ പൊതുവെ വാങ്ങിക്കുന്നത്. ഇരട്ടിയാവും. അങ്ങനെയാണ് പൊതുവെ വാങ്ങിക്കുന്നത്. അതാണ് നാട്ടുകാർ പറഞ്ഞ ഇരട്ടി ചാർജ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഓട്ടം വഴിയിൽ നിന്ന് കിട്ടൂല, വേറെ സ്റ്റാൻഡുകളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഈ സ്റ്റാൻഡിൽ തന്നെ വരണം. എന്നിട്ട് ഈ 60 വണ്ടി കറങ്ങി വന്നിട്ട് അടുത്ത ചാല് കിട്ടുള്ളൂ, അടുത്ത ട്രിപ്പ് കിട്ടുള്ളൂ. അതിനിവിടെ നാട്ടുകാർക്ക് ആർക്കും പരാതിയില്ല. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മീറ്റർ ഒക്കെ വെക്കുന്ന പിന്നെ എന്തിനാ? മീറ്റർ ചാർജ് ഈടാക്കാനല്ലേ? മീറ്റർ അനുസരിച്ച് കിലോമീറ്ററിന് ഇത്ര എന്നൊക്കെ പറയുന്നത്. കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന് നിശ്ചയിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോഴൊക്കെ കിലോമീറ്റർ കണക്കാക്കിയിട്ട് തുക ഏർപ്പാടാക്കാറുണ്ടല്ലോ. അതിൽ നിന്നും കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഈടാക്കുന്നത്? അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ 1 കിലോമീറ്റർ അങ്ങ് ഓടിക്കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് റിട്ടേൺ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അവിടുന്ന് ഓട്ടം കിട്ടൂല. തിരിച്ച് ഈ സ്റ്റാൻഡിൽ തന്നെ വരണം. അപ്പോൾ അതും കൂടി കൂട്ടി മേടിക്കും. അപ്പോൾ എല്ലായിടത്തു നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ ഓട്ടോ തൊഴിലാളികളുടെ ഒരു പൊതുവെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വന്ന് ചോദിക്കുമ്പോൾ? ആവശ്യം നല്ല ഭരണം കാഴ്ചവെക്കണം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ സാധനങ്ങളും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും ഒരു സാധനങ്ങളും ഞങ്ങൾ ഏർപ്പാടിനൊക്കെ വില കൂടി. ഞങ്ങളുടെ മീറ്റർ ചാർജ് വർഷത്തിൽ 2-3 പ്രാവശ്യം 3 കൊല്ലം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് ചാർജ് കൂട്ടുന്നത്. അല്ലാതെ ചാർജ് കൂട്ടാറില്ല. 3 കൊല്ലം 4 കൊല്ലം കൂടും. ഞാനതാ നേരത്തെ ചോദിച്ചത്. ചാർജ് കൂട്ടും, അത് കഴിയുമ്പോൾ ഇരട്ടി ചാർജ് വാങ്ങിക്കും. ഞങ്ങൾക്ക് ഇരട്ടി ചാർജ് കൂട്ടുന്നത് ഇതാണ് സംഭവം. ഞങ്ങൾക്ക് ഒരു മിനിമം ഒരു ഓട്ടം ഇവിടെ ഒരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ പറ്റുമോ? അവിടെ നിന്ന് ഒരു ഓട്ടം വരുന്നവരെ ഞങ്ങൾ നോക്കിക്കണം. ഞങ്ങൾക്ക് കിട്ടൂല, വരൂല. അവിടെ അപ്പൊ കയറി ആളുടെ കയ്യിൽ നിന്ന് ഇരട്ടി വാങ്ങിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ അതൊരു രീതിയാണ്. അങ്ങനെയൊരു നിയമപരമായി അങ്ങനെയൊരു സംവിധാനമൊന്നും ഇല്ല എങ്കിൽ പോലും മീറ്റർ ചാർജും കിലോമീറ്ററിന്റെ ചാർജും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓടുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചിങ്ങോട്ട് ഓട്ടം കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ കയറിയയാൾ ഇരട്ടി തുക കൊടുക്കണം. അതിനെതിരെയാണ് എപ്പോഴും ആളുകളൊക്കെ പ്രതികരിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സംവിധാനം ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ നോർത്ത് പറവൂരിൽ എത്തുമ്പോഴും അതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിഴിഞ്ഞ